മുട്ടയിൽ എന്തിരിക്കുന്നു? ഒരു മുട്ടയ്ക്ക് എന്ത് രാഷ്ട്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇറച്ചി, ബീഫ്, ഹലാൽ ഭക്ഷണം, മീൻ, മദ്രസകൾ, മംഗൾസൂത്രം എന്നൊക്കെയുള്ള ഫേമസ് രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ അടുത്ത ഊഴം മുട്ടയ്ക്ക് എത്തിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ആദ്യമായി അധികാരത്തിലെത്തിയ സുവേന്ദു അധികാരിയുടെ BJP സർക്കാർ അവരുടെ യഥാർത്ഥ മാറ്റം എന്ന വാഗ്ദാനം നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളെ സേവിക്കാനുള്ള ചരിത്രപരമായ ആ തീരുമാനം ഒരു പുതിയ വികസന മോഡലൊന്നുമല്ല. അത് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ മിഡ് ഡേ മീൽസ് എന്ന പരിപാടിയിൽ നിന്ന് മുട്ട ഒഴിവാക്കുക എന്നതാണ്. 99% ആളുകളും മാംസാഹാരം കഴിക്കുന്ന ഇന്ത്യയിൽ തന്നെ നോൺ വെജ് കഴിക്കുന്നവരുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ള റിലീജിയസ് ഫെസ്റ്റിവലുകളായിട്ടുള്ള ദുർഗാ പൂജയ്ക്കും കാളി പൂജയ്ക്കും പോലും പോത്തിറച്ചിയും മീനുമെല്ലാം സമർപ്പിക്കുന്ന സംസ്കാരമുള്ള ഒരു സംസ്ഥാനത്ത് ഇനി മുതൽ സ്വാത്വിക സസ്യഭക്ഷണം മാത്രമേ സ്കൂളുകളിൽ നൽകുകയുള്ളൂ എന്ന തീരുമാനമാണ് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത്. സ്വാത്വിക ഭക്ഷണം സ്കൂളുകളിൽ നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ഇസ്കോൺ എന്ന ഒരു സംഘടനയ്ക്ക് നൽകിയും കഴിഞ്ഞിരിക്കുകയാണ്. ബംഗാളിലെ ജനങ്ങൾക്കിടയിൽ വളരെയധികം ജനപ്രീതിയുള്ള ഒരു ഭക്ഷണമാണ് ഈ നോൺ വെജിറ്റേറിയൻ ഐറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഇലക്ഷനെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി സ്വയം സനാദികളാണെന്ന് ബ്രാൻഡ് ചെയ്യുന്ന BJPയുടെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്യാമറയ്ക്ക് മുൻപിൽ വന്നുകൊണ്ട് മീൻ കൂട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നാണ് ജനങ്ങളോട് പറഞ്ഞത്. മറ്റൊരു BJP നേതാവ് ഒരു പടി കൂടി കടന്ന് സ്വാത്വികമായ രീതിയിൽ പാകം ചെയ്താൽ മീനും വെജിറ്റേറിയൻ ആണെന്ന് വരെ പറഞ്ഞു വെച്ചു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വന്നതോടുകൂടി അവരുടെ കാര്യങ്ങൾ മുഴുവൻ മാറി. അവരുടെ യഥാർത്ഥ അജണ്ട പുറത്തു വരാൻ തുടങ്ങി. അവരുടെ കാഴ്ചപ്പാടിലുള്ള ഒരു ഹിന്ദു മതം ഇവിടുത്തെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ കുറെ നാളുകളായുള്ള അവരുടെ കയ്യിലെ ആയുധം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ബീഫുമായി ബന്ധപ്പെട്ടതായിരുന്നു. ജനങ്ങളെ വിഘടിപ്പിക്കാനും തമ്മിൽ തല്ലിക്കാനും വേണ്ടി അവർ അതിനെ ഉപയോഗിച്ചു പോന്നു. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് അത് മടുത്തു തുടങ്ങി. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ നോൺ വെജ് ഭക്ഷണത്തെ തന്നെ ഹിന്ദു വിരുദ്ധമായി ചിത്രീകരിച്ചുകൊണ്ട് അതിന്റെ പേരിൽ വലിയൊരു വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങൾ ശാസ്ത്രീയപരമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചൈന ക്വാണ്ടം കമ്പ്യൂട്ടറുകളിലും AI സാങ്കേതിക വിദ്യയിലും അമേരിക്കയെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു കാലം. US-ൽ അഡ്വാൻസ്ഡ് സ്പേസ് റിസർച്ചും സെമി കണ്ടക്ടർ ഗവേഷണങ്ങളും നടക്കുന്ന ഈ ഒരു കാലത്താണ് നമ്മുടെ നാട്ടിൽ സ്കൂളിൽ കൊടുക്കേണ്ട സനാതന ഭക്ഷണത്തെക്കുറിച്ചുള്ള ആലോചനകൾ. കുട്ടികളുടെ വളർച്ചാക്കുറവും പോഷകാഹാരക്കുറവും ആഗോള ശരാശരിയേക്കാൾ കൂടുതലുള്ള ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അവരുടെ കുട്ടികളുടെ പാത്രത്തിൽ നിന്ന് മുട്ട മാറ്റുന്നത് വെറും ഒരു മതപരമോ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല. സിമ്പിളായി ആലോചിക്കുകയാണെങ്കിൽ തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന സ്രോതസ്സായിട്ടുള്ള മുട്ട കുട്ടികളിൽ നിന്ന് തട്ടിയെടുക്കുന്നത് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. എന്നാൽ സർക്കാർ പറയുന്നത് പേടിക്കേണ്ട, മുട്ടയ്ക്ക് പകരം സോയാബീൻ നൽകുമെന്നാണ്. എന്നാൽ തന്നെ നോൺ വെജ് വളരെയധികം കഴിക്കുന്ന ഒരു സംസ്ഥാനത്തോട് ഇങ്ങനെ ചെയ്യേണ്ടതിന്റെ എന്ത് ആവശ്യകതയാണുള്ളത്? സസ്യഭക്ഷണത്തോട് പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ അമിതഭ്രമം എന്തുകൊണ്ടായിരിക്കാം? കുട്ടികളുടെ പോഷക ആഹാരം എന്നൊരു കാര്യത്തിന് വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കഴിഞ്ഞ മാസം ജൂൺ 22-നാണ് ബംഗാളിലെ പുതിയ BJP സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള സംസ്ഥാന ധനമന്ത്രി സ്വപൻ ദാസ് ഗുപ്ത കൊൽക്കത്തയിലെ സർക്കാർ സ്കൂളുകളിലെ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ ഉച്ചഭക്ഷണ ചുമതല ഇസ്കോണിന് കൈമാറുന്നതായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ മെനു പൂർണ്ണമായും സസ്യഭക്ഷണവും പോഷക ആഹാര സമൃദ്ധവുമായിരിക്കുമെന്ന് ഇസ്കോൺ പ്രസ്താവനയും ഇറക്കുകയായിരുന്നു. അതിന്റെ അർത്ഥം ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികൾക്ക് നൽകിയിരുന്ന മുട്ടയും നിർത്തലാക്കുമെന്ന് തന്നെ. അതിനെതിരെ പ്രതിപക്ഷമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ഡെറിക് ഒബ്രെയ്ൻ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ മച്ച് ബാത്ത്, അതായത് മീനും ചോറും കൂട്ടിക്കഴിച്ച ഈ നാടകങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ പ്ലേറ്റിൽ നിന്ന് പ്രോട്ടീൻ മോഷ്ടിക്കുകയാണ് BJP ചെയ്യുക എന്നാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ ഇതിനെതിരെ BJPയുടെ മറുപടി എന്ന് പറയുന്നത് ഇസ്കോൺ വൃത്തിയുള്ള സ്വാത്വിക ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ നോൺ വെജ് വെജ് തർക്കം വീണ്ടും ഉയരാൻ തുടങ്ങിയത്. സസ്യഭക്ഷണം മാത്രം മതിയോ കുട്ടികളുടെ വളർച്ചയ്ക്ക് എന്ന ഒരു വലിയ ചർച്ചയ്ക്കാണ് ഇത് തുടക്കം കുറിച്ചത്. ഭക്ഷണത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. ഒരൊറ്റ മുട്ടയിൽ നിന്ന് 6 മുതൽ 7 ഗ്രാം വരെ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ ഒരാൾക്ക് ലഭിക്കും. പ്രോട്ടീന്റെ ഗുണനിലവാരം അളക്കുന്ന PDCAAS പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ സ്കെയിലിൽ മുട്ടയുടെ സ്കോർ 1 ആണ്. PDCAAS 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയിലുള്ള അമിനോ ആസിഡുകൾ മനുഷ്യ ശരീരത്തിൽ 100% കൃത്യമായി ദഹിപ്പിക്കാനും ആഗിരണം ചെയ്യാനും കഴിയും എന്നതാണ്. 100 ഗ്രാം സോയാബീനിൽ 2 മുട്ടയ്ക്ക് തുല്യമായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഗുണം ഒന്നുപോലെ ആകണമെന്നില്ല. സോയാബീൻ കുക്ക് ചെയ്യുമ്പോൾ അത് വെള്ളത്തിൽ കിടന്നുകൊണ്ട് 300 ഗ്രാം എങ്കിലും ആകും. ഇത്രയും കൂടുതൽ അളവിൽ സോയാബീൻ ഒറ്റയടിക്ക് കഴിക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും കടുത്ത ദഹന പ്രശ്നങ്ങളും ഗ്യാസും ബ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടാക്കും. സോയാബീൻ അല്ലാതെ പനീറും രാജ്മയും കുട്ടികൾക്ക് കൊടുക്കുമെന്നാണ് ഇസ്കോൺ പറയുന്നത്. പനീറിന്റെ പ്രോട്ടീൻ ദഹന സ്കോർ 0.8ഉം രാജ്മയുടെ 0.68ഉം ആണ്. സാധാരണ പരിപ്പിന്റേത് അതിലും കുറവാണ്.
മുട്ടയിൽ നിന്ന് ലഭിക്കുന്ന അതേ പോഷണം കിട്ടണമെങ്കിൽ സോയാബീന്, അതേപോലെ തന്നെ പനീർ, രാജ്മ എന്നിവ കൃത്യമായ അളവിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് വലിയൊരു മാനേജ്മെന്റ് ആവശ്യമാണ്. ഇനി ഈ പ്രോട്ടീൻ മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ പോലും മൃഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണത്തിൽ മാത്രം കാണപ്പെടുന്ന വൈറ്റമിൻ B12 കുറവ് കുട്ടികളിൽ സ്ഥിരമായിട്ടുള്ള അനീമിയയ്ക്കും ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാകും. ഒരു പക്ഷേ ബുദ്ധി വികാസത്തെ പോലും ബാധിക്കുന്നതിന് കാരണമാകുമെന്നാണ് പറയുന്നത്. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം പശ്ചിമ ബംഗാളിലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 20% ആളുകൾക്കും കടുത്ത ശാരീരിക ക്ഷീണം ഉള്ളവരായിട്ടും 22% കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയില്ലാത്തവരായിട്ടും 71% സ്ത്രീകൾ അനീമിയ ഉള്ളവരാണെന്നാണ് പറയുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ദാരിദ്ര്യവും പോഷകാഹാരക്കുറവുമാണ്. ഈ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉച്ചഭക്ഷണ പദ്ധതി കൊണ്ടുവന്നത് തന്നെ. അതിലേക്ക് രാഷ്ട്രീയവും മതവും കലർത്തുന്നത് ഭാവി തലമുറയുടെ ഭാവി തകർക്കുന്നതിന് തുല്യമാണ്. മിഡ് ഡേ മീൽസിന്റെ ചരിത്രവും അതിന്റെ പ്രാധാന്യവും ഇന്ത്യൻ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും വളരെ വലുതാണ്. നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും പോഷണവും ഒരുമിച്ച് നൽകുന്ന മികച്ച ഒരു പദ്ധതിയാണ് ഈ മിഡ് ഡേ മീൽസ് അഥവാ ഉച്ചഭക്ഷണ പദ്ധതി. കുടുംബത്തിലെ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ പോകുന്ന ദളിത് പിന്നോക്ക കുട്ടികളെ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1960 മദ്രാസ് പ്രസിഡൻസിലെ ജസ്റ്റിസ് പാർട്ടിയുടെ കാലത്താണ് ഈ പദ്ധതിയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ. എന്നാൽ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പല സംസ്ഥാനങ്ങളും ഈ ആശയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ഏറ്റെടുക്കുകയായിരുന്നു. 1989 തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാനിധി ഈ പദ്ധതിയിലേക്ക് ആദ്യമായിട്ട് മുട്ട ചേർത്ത് വെക്കുന്നത്. ആദ്യം 2 ആഴ്ചയിലൊരിക്കൽ ഒരു പുഴുങ്ങിയ മുട്ടയായിരുന്നുവെങ്കിൽ തമിഴ്നാട്ടിൽ അത് ആഴ്ചയിൽ 5 ദിവസമാക്കി വർദ്ധിപ്പിക്കുകയും 1995 കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അത് ദേശീയ തലത്തിലേക്ക് വികസിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് 2021 BJP സർക്കാർ ഇതിനെ PM പോഷൻ എന്ന് റീനെയിം ചെയ്യുകയായിരുന്നു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ ഭക്ഷണ പദ്ധതികളിൽ പെടുന്ന ബംഗാളിൽ മാത്രം 80 ലക്ഷം കുട്ടികൾ ബെനഫിഷ്യറീസ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ആ 80 ലക്ഷം കുട്ടികളുടെ ഭാവിയാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് സാരം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ചൈനയിലടക്കം മുട്ട കുട്ടികളുടെ വളർച്ചയ്ക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് അവരുടെ പോഷക ആഹാര പദ്ധതി തെളിയിച്ചിട്ടുള്ളതാണ്. ചൈനയിലെ ഗ്രാമീണ മേഖലകളിൽ കുട്ടികൾക്ക് മുട്ട കൊടുക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് കുട്ടികളുടെ ഉയരവും ഭാരവും ഒക്കെ സിറ്റിയിൽ താമസിക്കുന്ന കുട്ടികളുടെ ഈക്വലായി മാറുകയുണ്ടായി. 1982 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിന്റെ ഇടയിൽ 9 വയസ്സ് ഉള്ള ഒരു ചൈനീസ് കുട്ടിയുടെ ശരാശരി ഉയരം 16 സെന്റിമീറ്റർ വർദ്ധിച്ചതും അവിടുത്തെ കുട്ടികളുടെ ബുദ്ധിവികാസ വർധനവിന്റെയും എല്ലാം കാരണം അവരുടെ ഭക്ഷണത്തിൽ മാംസവും മുട്ടയും ഉൾപ്പെടുത്തിയത് കൊണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിലും 1990കളിൽ ദാരാസിംഗിനെ വെച്ചുകൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള പരസ്യത്തിൽ പോലും സൺഡേ ഹോഗയ മൺഡേ റോസ് ഗാവോ അണ്ടേ, അതായത് ഞായറാഴ്ച ആയാലും തിങ്കളാഴ്ച ആയാലും ദിവസവും മുട്ട കഴിക്കൂ എന്നൊരു പരസ്യം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും മുട്ട എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. അന്ന് തന്നെ നമ്മുടെ സർക്കാരിന് അതിനെപ്പറ്റി വളരെ ധാരണയുണ്ടായിരുന്നു. എന്നാൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ആഴ്ചയിൽ 5 ദിവസവും മുട്ട നൽകുന്നുണ്ട്. BJP ഭരിക്കുന്ന ആസാമിൽ പോലും നമ്മുടെ ഹേമന്ത് ബിശ്വ ശർമ്മ സർക്കാർ ആഴ്ചയിൽ 3 ദിവസം കുട്ടികൾക്ക് മുട്ട നൽകുന്നുണ്ട്. എന്നിട്ടാണ് ബംഗാളിലെ 80 ലക്ഷത്തോളം കുട്ടികളോട് ഈ ചതി ചെയ്യുന്നത്. ഇവ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സസ്യഭക്ഷണമാണ് ഹിന്ദു മതത്തിന്റെ യഥാർത്ഥ രീതിയെന്നും ഇന്ത്യ ഒരു സസ്യബുക്കായിട്ടുള്ള രാജ്യമാണെന്നൊക്കെയാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ തന്നെ ദേശീയ കുടുംബാരോഗ്യ സർവേ അനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ 23% സ്ത്രീകളും 15% പുരുഷന്മാരും മാത്രമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിക്കനോ മീനോ ഒക്കെ തുടങ്ങിയ മാംസങ്ങൾ കഴിക്കാതെ ആയിട്ടുള്ളൂ. കണക്കുകൾ നോക്കുകയാണെങ്കിൽ തന്നെ പശ്ചിമ ബംഗാളിൽ തന്നെ 99.8% ആളുകളും, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ 99% ആളുകളും, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ 90% ആളുകളും നോൺ വെജ് കഴിക്കുന്നവരാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. BJPയുടെ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും സസ്യബുക്കുകൾ കുറവുള്ളത്. എന്നാൽ പോലും അവിടെയും 50-50 അനുപാതത്തിൽ മാംസ ആഹാരികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഏകദേശം 97% ആളുകളും നോൺ വെജിറ്റേറിയൻസ് തന്നെയാണ്. ഇപ്പോൾ BJP പറയുന്നതും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും നോൺ വെജ് കഴിക്കുന്നത് ഹിന്ദു സംസ്കാരത്തിന് എതിരാണ് എന്നും സനാതനത്തിന് എതിരാണെന്നും ഒക്കെയാണ്. എന്നാൽ നമ്മുടെ പുരാതന ഗ്രന്ഥവും ചരിത്രവും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭാരതീയര് മാംസാഹാരം കഴിക്കുന്നവരായിരുന്നു എന്നാണ്. ഈ മഹാഭാരതത്തിൽ തന്നെ പാണ്ഡവര് കാട്ടിൽ വെച്ച് മാനുകളെ വേട്ടയാടി കഴിച്ചിരുന്നു എന്നും വാൽമീകി രാമായണത്തില് പന്നി, മാൻ എന്നിവയെ വേട്ടയാടിയതിനെ കുറിച്ചൊക്കെ പരാമർശമുണ്ട്. ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ചരക സംഹിതയിലും ചില രോഗങ്ങളുടെ ചികിത്സയ്ക്കായി മാംസാഹാരം നിർദ്ദേശിക്കുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് സസ്യഭക്ഷണം മാത്രമാണ് ഹിന്ദുമതം എന്ന ചിന്ത അടിച്ചേൽപ്പിക്കാൻ ചിലരുടെ ഗൂഢശ്രമം ഉണ്ടാകുന്നത്. ഈ ഭക്ഷണത്തിന്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ വ്യവസ്ഥയുടെയും ജാതിയുടെയൊക്കെ പ്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സാത്വിക ഭക്ഷണം ഉയർന്ന ജാതിക്കാരുടെ ഭക്ഷണമായിട്ടും മറ്റുള്ള ഭക്ഷണങ്ങൾ താഴെത്തട്ടിലുള്ളവരുടെ ഭക്ഷണമായിട്ടും കാണിച്ചുകൊണ്ട് ആ ഒരു ബേസിൽ ദളിത് ആദിവാസി സമൂഹങ്ങളെ മാറ്റി നിർത്തുകയും അവരെ അശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ പറയുന്ന വിശാല സംസ്കാരം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ബംഗാളിലെ ഗൗഡ ബ്രാഹ്മണർ അവർ ജലപുഷ്പം എന്ന് വിളിക്കുന്ന മീനിനെ കഴിക്കുന്നവരാണ്. അവർ മാത്രമല്ല, കാശ്മീരി പണ്ഡിറ്റുകൾ ആട്ടിറച്ചിയും മഹാരാഷ്ട്രയിലും ഗോവയിലും ഒക്കെ സരസ്വത ബ്രാഹ്മൺസ് സീ ഫുഡും കഴിക്കുന്നവരാണ്. റിസർച്ചുകൾ പ്രകാരം ഇന്ത്യയിലെ 44% ഹിന്ദുക്കൾ മാത്രമാണ് അവർ സ്വയം സസ്യബുക്കുകളാണെന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ആളുകൾ എന്ത് കഴിക്കണം എന്ന രീതിയിൽ മതത്തെ രാഷ്ട്രീയവുമായി കലർത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. മറ്റൊന്നും പോലെയല്ല സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി. അത് പാവപ്പെട്ട കുട്ടികളുടെ പോഷക ആഹാരത്തിനും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും തന്നെ വേണ്ടിയുള്ളതാണ്. കുട്ടികൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്നത് ജാതി ചിന്തകൾ നിറഞ്ഞൊരു രാഷ്ട്രീയം ആവരുത്. അത്തരത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ഭാവി തലമുറ കൂടുതൽ ദുർബലരും വളർച്ചയില്ലാത്തവരുമായി മാറും. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ കൈകടത്തുന്ന അവരുടെ അവകാശങ്ങളെ ഇങ്ങനെ തട്ടിപ്പറിക്കുന്ന ഈ നിയമം സർക്കാർ പുനർപരിശോധിക്കുമെന്നും ഭക്ഷണത്തിൽ മതം കലർത്തില്ലെന്നും നമുക്കും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം.